ശശാങ്കൻ നല്ലൊരു പണിക്കാരനായിരുന്നു. മാർബിൾ പണിക്കാരൻ, നല്ല അധ്വാനി, വൃത്തിയായി ജോലി ചെയ്യുന്നയാൾ. നല്ല സൗഹൃദങ്ങളുണ്ടായിരുന്നു അയാൾക്ക്. ആ കൂട്ടത്തിൽ സഹപണിക്കാരനായ ഒരു സുഹൃത്തിനോടൊപ്പം ഒരു ചെറിയ കമ്പനി തുടങ്ങി. പക്ഷേ സ്ഥാപനം വേണ്ടത്ര വിജയിച്ചില്ല. ആ സ്ഥാപനം മുഴുവനായി സുഹൃത്തിൻ്റെ കയ്യിലുമായി. വർഷങ്ങളോളം കമ്പനി നന്നാക്കാൻ ഓടി നടന്ന ശശാങ്കൻ വീടിനെ മറന്നു, ഭാര്യയെ മറന്നു, 2 കുഞ്ഞു പെൺമക്കളെയും അമ്മയെയും മറന്നു. ചെലവിനുള്ള പൈസ പോലും കൊടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. തിരക്ക് മാത്രമായിരുന്നു അയാളുടെ മിച്ചം. ഭാര്യ ലതിക ഷാർജയിൽ തുന്നൽ പണി ചെയ്ത് ഒരുവിധം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ന് ശശാങ്കന്റെ തിരക്കുകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. അയാളുടെ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം സാവധാനത്തിലായി. 2 കിഡ്നിയുടെയും പ്രവർത്തനം ഏതാണ്ട് നിലച്ച മട്ടാണ്. ആകാശത്തിലെ പറവകളെ പോലെ വിതയ്ക്കാതെയും കൊയ്യാതെയും പറന്നു നടന്ന ഒരാൾ കാലുകുത്താൻ ഒരിടമില്ലാതെ, ഒന്നുറക്കെ കരയാനുള്ള ആരോഗ്യം പോലും ഇല്ലാതെ ഷാർജയിലെ ഒരു കുടിസുമുറിയിൽ വീർപ്പുമുട്ടുന്നു. കൂട്ടിന് ലതിക മാത്രം. ഒരിക്കലും കണ്ണീരടങ്ങാത്ത, നീറുന്ന ദുഃഖത്താൽ മരവിച്ചുപോയ ലതികയുടെ സാന്നിധ്യം മാത്രമാണ് ആ വീട്ടിൽ എന്തെങ്കിലും പ്രതീക്ഷകൾക്ക് ജീവൻ വയ്ക്കുന്നത്.